ദീൻ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അത്രയും പറയാം. ദീൻ എന്നാൽ നഫ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കലാണ്. എന്ത് ദീൻ? നിയന്ത്രണം ഒരു നാട്ടിലില്ലെങ്കിൽ അവിടെ പള്ളിൻ്റെ ആയിട്ടും മദ്രസ ഉണ്ടായിട്ടും കാര്യമല്ല, അവിടെ ദീൻ ഉണ്ടാവില്ല. അവിടെ ദീൻ അകന്നകന്ന് പെട്ടെന്ന് പിന്നെ ദീൻ നഷ്ടപ്പെട്ടു. ഇനി അവിടെ ലിബറലിസ്റ്റുകൾ ഉണ്ടാവും. എന്താ ലിബറലിസം? ലിബറലിസം സ്വാതന്ത്ര്യബോധം, സ്വാതന്ത്ര്യവാദം, സ്വതന്ത്രവാദം. എന്താ ലിബറലിസം? എൻ്റെ കാര്യം ഞാൻ തീരുമാനിക്കും. ഇന്നിപ്പോൾ പെൺകുട്ടിയായ പെൺകുട്ടി മുഴുവൻ മലബാറിൽ വലിയൊരു ശതമാനം പെൺകുട്ടിയായ പെൺകുട്ടികളൊക്കെ പറഞ്ഞ വാക്കാണ് എന്ത്? എൻ്റെ കാര്യം. പിന്നെ ആൺകുട്ടികളെ ഭാവങ്ങൾ. ആ സത്യമല്ലേ ഞാനീ പറഞ്ഞത്? എന്താ കാരണം? കാരണം യൂറോപ്യൻ വിദ്യാഭ്യാസം അതാണ്. യൂറോപ്യന്മാരെ അവർ വായിക്കണത് അതാണ്. യൂറോപ്യന്മാരെ അവരെ കാര്യം അവർ. നമ്മളെന്താ കുട്ടികളാ? നിങ്ങളിപ്പോൾ അങ്ങനെയൊക്കെ നമ്മളോട് നിയന്ത്രിച്ച് പറയാൻ? ഞങ്ങളിപ്പോൾ കുട്ടികളാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ വയ്യ. അപ്പോൾ കൽബോണ്ട് വിട്ടാണ്. കുട്ടിയെ കാലത്ത് വളർത്തി. ഇപ്പോൾ ഓളെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പുറത്തേക്ക് ഇടാൻ പറ്റൂല. എന്നാ ഉള്ളിലോള് പറ്റൂല. തിന്നാച്ച് കൊടുത്തോ, പക്ഷെ ഉള്ളിൽ വേണ്ട, കൽബിൽ വേണ്ട. ഓക്ക് പറ്റിയിരുത്തന്നെ ഓള് കൊണ്ടുവരാണെങ്കിൽ ജാലാലാക്കി കൊടുത്തോ. അല്ലാതെ ഇജ്ജ് പറഞ്ഞാൽ ഓള് വെക്കൂല. നമ്മൾ ലാസ്റ്റ് നമുക്ക് എന്തുണ്ടല്ലോ. പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ 4 ആഴ്ച കഴിഞ്ഞാൽ അത് ശരിയല്ല, ഓള് ഇങ്ങനെ പോരും. അപ്പം ഇനി വേറെ എത്ര ഹലാലാക്കി കൊടുത്തു. അതിന് 3-4 ഹലാലാക്കി കൊടുത്താൽ പിന്നെ ഓളുകൊണ്ട് വരില്ല. പിന്നെ ഓല ഹലാലായോ ആറാമയോ നമുക്കറിയില്ല. അതാണ് ഇനി മലബാറിൽ ലിബറലിസം കൂടി. ഇനി കല്യാണം ഉണ്ടാവില്ല. കല്യാണത്തിനൊക്കെ പോകാൻ പൂതിയുള്ള ഒരു വേഗം ഒരു 3-4 കൊല്ലം കൊണ്ട് വേഗം പോയി തീർത്തോളൂ. ഇനി എന്തുണ്ടാവില്ല. കല്യാണത്തിനെ പിടിക്കും. ഒരു കല്യാണത്തിന് ആരെങ്കിലും വിളിച്ചെങ്കിൽ മതി എന്ന് പഠിച്ചോ എന്നുള്ള പൂതിയാവും. ഒരു 5-6-5-8 കൊല്ലം കഴിഞ്ഞാൽ മലബാറിൽ കല്യാണം തന്നെ ഉണ്ടാവില്ല. കല്യാണമേ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? പെണ്ണുങ്ങൾ സ്വയം പര്യാപ്തരാണ്. എത്ര പെണ്ണുങ്ങളെ തലാക്ക് ചോദിച്ചു വാങ്ങണം. തലാക്കണമെന്നാണ്. പൈസ കൊടുത്ത് തലാക്കുക. ഭർത്താവിന് പൈസ കൊടുക്കും, തലാക്കുക. ഒന്നും ഉണ്ടായിട്ടില്ല. ഒപ്പര് ശരിയില്ല. അതിൻ്റെ ആണുങ്ങളൊക്കെ ശരിയുണ്ടെന്നല്ല. പണ്ടത്തെ കാലത്ത് ഈ ശരിയില്ലാത്ത ആണുങ്ങൾ, ഇപ്പോൾ അള്ളാഹു ശരിയില്ലാത്ത ആണുങ്ങളെ മാത്രം പഠിച്ച് പണ്ടൊക്കെ ശരിയുള്ള ആണുങ്ങൾ, ശരിയില്ലാത്ത ആളുകൾ പണ്ടുണ്ട്. അപ്പോൾ മനുഷ്യന്മാരുടെ ഇടയിൽ വർത്താനം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വക്കാണം കൂടി ആമോശാക്കവനെ 2 കൊടുത്ത് അളിയന്മാർ കൊടുത്ത് അടിച്ച് പോനെ ശരിയാക്കി. പിന്നെ വക്കാണം കൂടി അതും ഇതൊക്കെ പറഞ്ഞ് ലെവലാക്കി. പിന്നെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി. ആദ്യം തല്ലും കൊടുത്ത് പിന്നെ ചോറും കൊടുത്ത് പിന്നെ എല്ലാവർക്കും മദ്യം പറഞ്ഞേക്കും. അങ്ങനെയൊക്കെയാണ് ആണുങ്ങൾ നന്നാക്കൽ. എല്ലാ കാലത്തും ഉണ്ടാകും പേടുകളൊക്കെ. അതായത് പെണ്ണുങ്ങൾ നിക്കാഹിന് ഒരു പെണ്ണ് ഭർത്താവിൽ നിന്ന് ത്വലാഖ് ആവശ്യപ്പെട്ടാൽ അവളുടെ മേൽ അള്ളാഹുവിൻ്റെ ലഅനത്തുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. ഏത് പെണ്ണും, മോലിയുടെ മാളായിട്ടും വേണ്ടില്ല, തള്ളങ്ങളെ മാളായിട്ടും വേണ്ടില്ല, ഏതൊരു പെണ്ണും ത്വലബത്ത് അവൾ ആവശ്യപ്പെട്ടു മിൻ സൗജിഹാ അവളുടെ ഭർത്താവിൽ നിന്ന് ത്വലാഖിനെ പെണ്ണ് ആവശ്യപ്പെട്ടാൽ